ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ കുറേ പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ഉള്ള വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ ഗൾഫിലേക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ നേരം നേഴ്സുമാർ, പൊതുവേ എല്ലാവരും നേഴ്സുമാരായിരിക്കും നമ്മൾ പോകുന്നത്, പെൺകുട്ടികൾ പോകുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ബാഗിൽ കരുതേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് പോകാനിരിക്കുന്നവർക്കൊക്കെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ പാക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്നും ഒക്കെ മാറി നമ്മളുള്ള വേറൊരു രാജ്യം, നമ്മൾ ഹോസ്റ്റൽ ലൈഫൊക്കെ കുറേ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്നിരുന്നാലും നമ്മൾ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോഴത്തേനും, ജോലിക്കായിട്ട് പോകുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്നൊന്നും എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഓടി വന്ന് എടുക്കാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ബാഗ് പാക്കിങ്ങിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ നമ്മൾ ബാഗിനകത്ത് എന്തൊക്കെയാണ് പ്രത്യേകമായിട്ട് എടുക്കേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇവിടെ ജോലിക്ക് വന്ന സമയത്ത് കൊണ്ടുവന്നത്. ബാഗ് പാക്ക് ചെയ്യാൻ പോകുന്നവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ അടുത്തുള്ള ആർക്കെങ്കിലും, നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ആവശ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഓരോ ബാഗ് പാക്ക് ചെയ്യുന്നതനുസരിച്ച് നമുക്കറിയാം, ഇപ്പം യാത്ര ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഓരോ എയർലൈൻസിന് ഓരോരോ വെയ്റ്റിൻ്റെ കാര്യത്തിൽ ഓരോ ഇതുകളുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോഴത്തേനും നമ്മൾ നേഴ്സുമാർ മിക്കവരും വരുന്നത് നമ്മൾ സൗദി എയർലൈൻസിലായിരിക്കും മിക്കവാറും വരുന്നത്. ഏറ്റവും കൂടുതൽ നമുക്ക് ലഗേജ് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു എയർലൈൻസാണ് സൗദി എയർലൈൻസ് എന്ന് പറയുന്നത്. നമ്മുടെ എക്കോണമി ടിക്കറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എക്കണോമിക് ടിക്കറ്റിൽ ഒരാൾക്ക്, നേഴ്സായിട്ട് ജോലിക്ക് സൗദിയിലേക്ക് പോകുന്ന ഒരാൾക്ക് നമുക്ക് പാക്ക് ചെയ്യാനായിട്ട് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത്, അലൗഡായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 23 kgയുടെ 2 ബാഗ് പ്ലസ് ഒരു 7 kgയുടെ നമ്മുടെ ഹാൻഡ് ക്യാരി ബാഗ്. ഇതാണ് നമുക്ക് ഇത് പാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അലവൻസ് എന്ന് പറയുന്നത്, ബാഗേജ് അലവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സൗദി എയർലൈൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തെങ്കിലും ലഗേജ് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് ഉണ്ടെങ്കിലും നമുക്ക് കോമൺ ആയിട്ടുള്ള വേണ്ട കാര്യങ്ങളാണ് ഞാൻ നഴ്സിങ്ങിനായിട്ട്, നമ്മളിപ്പോൾ ജോലിക്ക് അബ്രോഡ് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് പറയുന്നത്, ക്യാബിൻ ബാഗായിട്ട് നമുക്ക് ഒരു ബാഗാണ് എടുക്കാൻ പറ്റുന്നത്, 7 kgയുടെ ഒരു ബാഗ്. ആ 7 kgയുടെ ഒരു ബാഗിനകത്ത് നമ്മൾ മേക്കപ്പ് ഐറ്റംസോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പാടില്ല. പൊടി ഐറ്റംസ്, അതായത് പൗഡർ, എന്ത് പൊടി ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല. അപ്പം നമ്മൾ അതിനകത്ത് കൂടുതലായിട്ട് ഡ്രസ്സുകൾ, പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും നമ്മൾ ലഗേജിനകത്ത് കൊടുത്തു വിടാൻ പാടില്ല. നമ്മൾ ഫ്ലൈറ്റിലുള്ള നമ്മുടെ ക്യാബിൻ ബാഗിനകത്ത് മാത്രമേ നമ്മൾക്ക് ഈ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് വെക്കാൻ പാടുള്ളൂ. അതുകൂടാതെ ഈ 7 kg ബാഗ് കൂടാതെ നമുക്കൊരു ലാപ്ടോപ്പ് ബാഗും കൂടെ എടുക്കാം. അപ്പോൾ ചില എയർലൈൻസിൽ മാത്രമേ അത് അലൗ ചെയ്യത്തുള്ളൂ. അത് മനസ്സിലാക്കി നിങ്ങളുടെ ടിക്കറ്റിനകത്ത് എത്രയാണോ ബാഗേജ് അലവൻസ് കൊടുത്തിട്ടുള്ളത് അത് നോക്കി വേണം നമ്മളത് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്ന ഹാൻഡ് ക്യാരി ബാഗിനകത്ത് നമ്മൾ സർട്ടിഫിക്കറ്റുകൾ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ വെക്കാൻ നോക്കുക. അതേപോലെ നമ്മൾ ഗോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് ഈ നഴ്സിംഗ് ജോലിക്കായിട്ട് പോകുമ്പോഴത്തേനും അധികം ഗോൾഡ് കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് നമ്മൾക്ക് ഇവിടെ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ട് തിരിച്ച് പോകാൻ നേരം അപ്പം ഗോൾഡിൻ്റെ ഒരു 10 പവൻ അത്രയൊക്കെയുള്ള അവർ അലോ ചെയ്യത്തുള്ളൂ നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ പോകാൻ നേരം കുറച്ച് ഗോൾഡ് കൊണ്ടുപോയി കഴിഞ്ഞാൽ തിരിച്ച് വരാൻ നേരം നമുക്കൊന്നും വാങ്ങിച്ചുകൊണ്ട് വരാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നേഴ്സിംഗ് ജോലിക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ട് നമ്മൾ അധികം ഗോൾഡ് നമ്മൾ എടുക്കാതിരിക്കുക. നമ്മുടെ കഴുത്തിലുള്ളൊരു മാല, വളയിടുന്നവരാണെങ്കിൽ അത് 1 or 2 വളയൊന്നും ചിലപ്പോൾ ചില ഹോസ്പിറ്റലൊന്നും അലൗഡ് അല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാഗിനകത്ത് വെക്കേണ്ട ഒരു ആവശ്യം വരരുത്. കയ്യിലും കാലിലും ഒക്കെ ഇടാനായിട്ടുള്ള മാത്രമായിട്ടുള്ള ഗോൾഡ് മാത്രം നമ്മൾ എടുക്കാൻ നോക്കുക.
പിന്നെ നമുക്ക് ഹാൻഡ് ക്യാരിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ്, എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വറുത്തത് അതേപോലത്തെ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെക്കാം. പിന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഒരിക്കലും നമ്മൾ ലഗേജിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഐറ്റംസ് നമുക്ക് ഫോണ്, ചാർജർ, ഹെഡ്സെറ്റ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെല്ലുമ്പോഴേ അവിടെ നമ്മൾ അവർ വെരിഫൈ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ അവിടെ എന്നാ നമ്മൾ ഈ ഇതിൽ കൂടെ കയറാൻ നേരം നമ്മളത് അവർ വെരിഫൈ ചെയ്യുന്നെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ബാഗിലുണ്ടോ എന്നുള്ളത്. എന്നാൽ നമ്മൾ വലിയ ലഗേജിനകത്ത് അത് വെച്ച് കഴിയുമ്പോഴത്തേനും ഇപ്പോൾ നമ്മളത് ബാഗ് ഇത് ചെയ്ത് സ്കാൻ ചെയ്ത് പോകുന്ന സമയത്ത് അത് എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരത് ബാഗ് തുറന്ന് അതെടുക്കാനൊക്കെ പറയും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഇലക്ട്രോണിക് ഐറ്റംസ് ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹാൻഡ് ക്യാരിയിൽ വെക്കുക. അത് നമ്മൾ എന്തായാലും സ്കാൻ ചെയ്യുന്നിടത്ത് നമ്മൾ ഇത് വെളിയിൽ എടുക്കേണ്ടി വരും. ഹെഡ്സെറ്റ്, ചാർജർ, അതേപോലെ തന്നെ പവർ ബാങ്ക്, പിന്നെ നമ്മൾ യൂട്യൂബേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ട്രൈപോഡ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണും. അതെല്ലാം നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയുള്ള ബാഗിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഹാൻഡ് ക്യാരിക്കകത്ത് ഇത്രയൊക്കെ വെക്കുമ്പോൾ തന്നെ നമുക്കൊരു 7 kg ആകാൻ നോക്കരുത്. നമ്മളൊരു 6 kg അല്ലെങ്കിൽ 5.5 ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മളത് കൂട്ടി വെക്കുക ബാഗ്. അത് കൂടുതൽ, കാരണം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മളത് വെയിറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരിത്തിരി കൂടാനും അങ്ങനത്തെയൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കിയിട്ട് തന്നെ വെക്കുക. 5.5 to 6 kg ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ 7 kg ഒരു ബാഗ് നമ്മൾ ഇത് ചെയ്തു. അതുകൂടാതെ നമുക്ക് 2 ബാഗാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. 23 kgയുടെ 2 ബാഗ്. അതിനകത്ത് നമ്മളൊരു 21.5 2 ബാഗിലും വെച്ചാൽ മതിയാകും. അതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുപോകേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഒരു ഹോസ്റ്റലിലേക്കാണ് നിൽക്കാൻ പോകേണ്ടത്. അപ്പോഴത്തേനും ഹോസ്റ്റലിലേക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, സൗദിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഇവിടെ കാലാവസ്ഥ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ തായ്ഫിലായതുകൊണ്ട് എനിക്കിവിടെ ചില സമയത്ത് ഭയങ്കര തണുപ്പായിരിക്കും, ചില സമയത്ത് ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ അതുപോലെ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ നമ്മൾ അതിനകത്ത് വെക്കുക. അതുകൂടാതെ നമ്മൾ അധികം കൂടുതലായിട്ടുള്ള നല്ല ഡ്രസ്സുകളോ കാര്യങ്ങളൊന്നും അധികം എടുക്കണ്ട. കാരണം എപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ യൂണിഫോമാണ് യൂസ് ചെയ്യുന്നത്. വെളിയിൽ ഇറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ അല്ലാത്തതായ ഡ്രസ്സുകൾ ഉപയോഗിക്കുന്നുള്ളൂ. ചില സ്ഥലത്ത് ഒക്കെ പർദ്ദ, ചില ഇടങ്ങളിൽ മാത്രം, ഒരു ഗ്രാമീണ പ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും പർദ്ദ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും പർദ്ദയുടെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. എന്തായാലും നമ്മളൊരു പർദ്ദ എടുക്കുക. അതുകൂടാതെ, കാരണം എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോഴോ, കാരണം ഞാനിവിടെ തായ്ഫിലായതുകൊണ്ട് മക്ക കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. മക്ക കൂടാതെ പോരാനുള്ള വഴികളുമുണ്ട്. പക്ഷേ നോൺ മുസ്ലിം റോഡ് അങ്ങനെയൊക്കെ ഉണ്ട്. എന്തെന്ന് പറഞ്ഞാലും നമ്മളൊരു പർദ്ദ എപ്പോഴും കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അതേപോലെ നമ്മൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ നേഴ്സസ് നോട്ട് എഴുതാനുള്ളൊരു ചെറിയൊരു ഡയറി, അതേപോലെ സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുക. പെന്ന്, അതേപോലെ പാക്കറ്റായിട്ടുള്ള പെന്ന്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സൗദിയിലേക്ക് വരുമ്പോൾ നമ്മൾ ബ്ലാക്ക് കളറുള്ള പെന്നുകൾ കൊണ്ടുവരാതിരിക്കുക. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് നീല കളറിലുള്ള ബോൾ പെന്നുകളാണ്. മഷിപ്പേന അതേപോലത്തെ ഇങ്ക് പെന്നൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇവിടെ നാർക്കോട്ടിക് കാര്യങ്ങളൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് ഇങ്ക് പെന്നൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവരേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസൊക്കെ നമുക്ക് വേണമെങ്കിൽ, ഞങ്ങളുടെ ഏജൻസി എന്ന് പറയുന്നായിരുന്നു ഒരു 4 സെറ്റ് കോപ്പി അല്ലെങ്കിൽ 5 സെറ്റ് കോപ്പി കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു. അതൊക്കെ നമ്മൾക്ക് ഈ ലഗേജിൽ വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബോഡി ക്രീമുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സൗദിയിലേക്ക് വരുന്നവരാണെങ്കിൽ ബോഡി ലോഷൻ, ബോഡി ക്രീമുകൾ, പ്രത്യേകം മോയ്സ്ചറൈസിങ് ക്രീമുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം ഉള്ളത് എന്ന് വെച്ചാൽ 1 മാസത്തേക്ക് എല്ലാം ഒരൊറ്റ നമ്മുടെ സാലറി കിട്ടുന്നത് വരേക്കുമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുവന്നാൽ മതിയാകും. സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടാത്തതായിട്ട് ഒരു കാര്യങ്ങളുമില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും, എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ അതേപോലത്തെ കാര്യങ്ങൾ, പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന തരത്തിലുള്ള ഫുഡുകൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം, അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാം. അതേപോലെ തന്നെ ഉണക്കമീനൊക്കെ കൊണ്ടുവരുമ്പോൾ നല്ലതായിട്ട് പൊതിഞ്ഞ് കെട്ടി ഒക്കെ വേണം നമ്മൾ കൊണ്ടുവരാനായിട്ട്. അതുകൂടാതെ നമുക്ക് മാഗി ഫാമിലി പാക്ക് അതുപോലത്തെയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അത് 1-2 പാക്കറ്റ് നമ്മുടെ ഇതിൽ വയ്ക്കുക, ലഗേജിനകത്ത് വയ്ക്കുക. അതുകൂടാതെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇതിന് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേനും വേണ്ട ഒരു ബാഗ്, ഹാൻഡ് ബാഗ് പോലത്തെ, നമ്മുടെ ബാക്ക് പാക്ക് പോലത്തെ ഒരു ചെറിയ ബാഗ് അത് കൊണ്ടുവരാം.
കൊണ്ടുവരിക. അതേപോലെ തന്നെ നമ്മുടെ ടിഫിൻ ബോക്സ് എന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതായിരിക്കും. ഓവൻസിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മൾ കഴിക്കാറ്. അപ്പോൾ നമ്മൾ ഓവൻസിൽ വെച്ച് ചൂടാക്കാൻ പറ്റിയ ഒരു ഇതായിട്ടുള്ള ഗ്ലാസ് ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ കുപ്പി അല്ലെങ്കിൽ ഒരു ബോട്ടിൽ എടുക്കുക. അതേപോലെ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഏജൻസിയിൽ നിന്ന് പറയും, അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയും. എന്നാൽ പോലും നമ്മളൊരു ചെറിയൊരു പാന്, പിന്നെ നമുക്കൊരു ചായ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു പാന്, പിന്നെ ഒരു ചെറിയ കുക്കർ, പറ്റുമെങ്കിൽ കുക്കർ ചെറുത്, നമുക്ക് ഒരാൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ റൈസൊക്കെ ഇടാൻ പറ്റിയ ഒരു കുക്കർ, പിന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു മറ്റേ തവ പോലത്തെ ഒരു എന്തെങ്കിലും, പിന്നെ സ്പൂണുകൾ 2-3 നമുക്കൊരു പ്ലേറ്റ്, ഗ്ലാസ്, ആ ഒരു കാര്യങ്ങൾ നമ്മൾക്ക് ആവശ്യമുള്ള അത് അധികമൊന്നും എടുക്കണ്ട, ഒത്തിരി പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. നമുക്ക് അത്യാവശ്യം ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാന്, അതേപോലെ നമ്മൾ ചായ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാന്, അതേപോലെ തന്നെ നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുക്കർ, ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ എടുക്കണം. ബാക്കിയുള്ളതെല്ലാം നമുക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാങ്ങുക. ചിലപ്പോൾ ഞങ്ങൾ വന്ന സമയത്തൊക്കെ ഞങ്ങളുടെ റൂമിൽ ഒരു പാത്രത്തിൻ്റെ ഒരു സെറ്റ് തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഒരു വലിയ തവ, പിന്നെ ദോശ തവയ്, പിന്നെ നമുക്ക് ഒരു കുക്കിംഗ് പാന്, പിന്നെ കറി ഇതായിട്ടുള്ള കറി സോളിഡായിട്ട് വെക്കാനുള്ള ഒരു വലിയൊരു പാന്, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബ്ലാങ്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബ്ലാങ്കറ്റ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് നമ്മളെല്ലാം നോക്കിയതിന് ശേഷം ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ നമ്മൾ MOD ഒക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂണിഫോമിൻ്റെ അടിയിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് കളറിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കൈയൊക്കെയുള്ള ബ്ലാക്ക് കളറിലുള്ള ടീഷർട്ടും, അതേപോലെ തന്നെ ലെഗിൻസ്, അതുപോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും 2 സെറ്റ് നമ്മൾ വൈറ്റ് ഓർ ബ്ലാക്ക് നമ്മൾ എടുക്കാൻ നോക്കുക. കാരണം യൂണിഫോം ഇട്ട് കഴിയുമ്പോഴത്തേനും അതിൻ്റെ നമ്മുടെ നിഴലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത്. വലിയ കുഴപ്പമില്ല, യൂണിഫോം അങ്ങനെ അല്ലാതെ ഇടുന്നവരും ഉണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇതിന് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ചായ അരിക്കാനുള്ള അരിപ്പ, അതുപോലത്തെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പൊടി ഐറ്റംസ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ പൈസ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു മാസത്തേക്ക് നമുക്കിപ്പോൾ ഓരോ പാക്കറ്റ് വീതം മതിയാകും. അപ്പം ഒരു മാസത്തേക്കുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കണം. അതേപോലെ റൈസ് വേണമെങ്കിൽ 1-2 കിലോ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ നമ്മുടെ പാക്കറ്റ് ചപ്പാത്തികളൊക്കെ ഇല്ലേ, നമ്മൾ കുറച്ച് നാൾ ഫ്രീസറിൽ വെച്ചായിരിക്കുന്ന സൈസിലുള്ള പാക്കറ്റ് ചപ്പാത്തി, അതുപോലത്തെ കാര്യങ്ങൾ, ഫുഡ് ഐറ്റംസ് ആണ് മെയിനായിട്ട് നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. വേറെ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് ആദ്യത്തെ ഒരു മാസം എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് ചില ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ തരും. പക്ഷേ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പേഴ്സണൽ ഐറ്റംസ് ആയിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത്, പിന്നെ നമുക്കിവിടെ പ്രത്യേകമായിട്ട് വേണ്ട, ഞാൻ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഫേസ് ക്രീമുകൾ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ. കാരണം നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അവിടുത്തേതുമായിട്ട് നാട്ടിലായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ചൂടാണ് ഭയങ്കരമായിട്ടും. തായ്ഫിൽ വരുന്നവർക്ക് നല്ല തണുപ്പായിരിക്കും. തണുപ്പത്തിടാവുന്ന ഡ്രസ്സുകൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൈലൈറ്റർ, മാർക്കർ, വൈറ്റ് ബോർഡ് മാർക്കർ, ഹൈലൈറ്റർ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്കൊരു നോട്ട്ബുക്ക് നിങ്ങൾ എന്തായാലും കൊണ്ടുവരിക. കാരണം ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മളൊരു ചെറിയ നോട്ട്ബുക്ക്, ഒത്തിരി വെയിറ്റിൻ്റെയൊക്കെ അല്ലാതെ ഒരു നോട്ട്ബുക്ക് കൊണ്ടുവരിക. പിന്നെ നമുക്ക് കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കട്ടെ, എന്നിട്ട് വേണം. കാരണം കുറേയൊക്കെ ഞാൻ മറന്നുപോയി എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്നുള്ളത്. പിന്നെ ഇത്രയാണ് കോമൺ ആയിട്ട് നമ്മൾ നേഴ്സുമാർ വരുമ്പോഴത്തേനും നമുക്ക് വേണ്ട കാര്യങ്ങൾ. സെറ്റ് അതുപോലത്തെ കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഈ പർദ്ദ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടാനുള്ള സാധനവും, പിന്നെ നമ്മൾക്ക് ഈ തല ഇങ്ങനെ മൂടുന്ന അതും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ആവശ്യമൊന്നും ഇല്ല, എന്നാലും എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മുടെ
ക്രെഡൻഷ്യൽസ് എല്ലാം എടുക്കുക. നമ്മുടെ പാസ്പോർട്ട്, വിസ, ടിക്കറ്റ് അതെല്ലാം നമ്മൾ എടുത്ത് ഭദ്രമായിട്ട് നമ്മുടെ ഹാൻഡ് ക്യാരിയിൽ നമ്മൾ വെച്ചിരിക്കണം. കൂടാതെ നമ്മൾ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പൊടി ഐറ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ലെക്ചേഴ്സോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് റെഫർ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കൂടാതെ നമ്മൾ പ്രോമെട്രി എഴുതാതെ വരുന്നു. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എഴുതിയിട്ട് നാട്ടിൽ നിന്ന് തന്നെ എഴുതിയിട്ട് വരണം എന്നുള്ളതാണ്. അതിൻ്റെ സെൻറ്ററിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ വേണമെന്നുള്ളവർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് അത് സ്റ്റഡി ചെയ്യാനുള്ള സെൻറ്റർ ഏതാണ്, എക്സാമിന് പാസ്സാകാൻ നല്ല മാർക്ക് കിട്ടാൻ ഏത് സെൻറ്ററിൽ പോയി പഠിക്കണം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അങ്ങനെ എക്സാം എഴുതാതെ നമ്മൾ ഇവിടെ വന്നിട്ട് എക്സാം എഴുതുന്നവർക്കാണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തണുപ്പെടുത്തിടാനുള്ള ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കൊണ്ടുവരേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂണിഫോമിൻ്റെ കൂടെ ഇടാനായിട്ടുള്ള ഷൂസ് കാര്യങ്ങൾ അങ്ങനത്തെ ഉള്ളതൊക്കെ. വൈറ്റ് ഷൂ അല്ലെങ്കിൽ ബ്ലാക്ക് ഷൂ ആണ് എപ്പോഴും ഇവിടെ കളർ ഇതൊന്നുമില്ല. ചില ഹോസ്പിറ്റൽ അനുസരിച്ച് നിങ്ങളോട് ചിലപ്പോൾ ഏജൻസിയിൽ നിന്ന് പറയുന്ന ഷൂ കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളത് അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങിക്കുക. അതുപോലെ MODയിൽ ഇത് പ്രത്യേക ഇതൊന്നുമില്ല, പക്ഷേ ഷൂ ഇടണമെന്നുണ്ട്. അതേപോലെ സോക്സിൻ്റെ 2-3 സെറ്റ് സോക്സ് വാങ്ങിച്ചിട്ട് വരിക. അതേപോലെ നമ്മൾ മുടി പുട്ടപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, ചീപ്പ്, അതേപോലെ മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം അതെല്ലാം നിങ്ങൾ ഈ ലഗേജിൽ ഉൾക്കൊള്ളിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എടുക്കുക. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്താ, ബോഡി കെയർ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമുള്ള മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ അധികമൊന്നും നമുക്ക് മെഡിസിൻസ് ഒന്നും കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. ഒരു സ്ട്രിപ്പ് പാരസെറ്റാമോൾ, ഒരു സ്ട്രിപ്പ് സെട്രസിൻ, ഇതൊക്കെയാണല്ലോ നമുക്ക് അത്യാവശ്യം വരുന്ന വിക്സ്, അതേപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ നിങ്ങളെന്തെങ്കിലും ആയുർവേദ മരുന്നുകളോ എന്തെങ്കിലും കഴിക്കുന്നതാണെങ്കിൽ, പിന്നെ നമ്മുടെ പേഴ്സണൽ കെയർ സാധനങ്ങൾ, പാഡാണെങ്കിൽ പാഡ്, അതുപോലെ തന്നെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. അത് കൂടാതെ ഇത്രയൊക്കെയാണ് നമ്മൾ ലഗേജിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ. അതുകൂടാതെ നമ്മൾ കുളിക്കാനുള്ള സോപ്പ്, പേസ്റ്റ്, ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ 1-2 സെറ്റ്. നമുക്ക് ഇതെല്ലാം എടുക്കുമ്പോഴും നമ്മളൊരു കാര്യം വിചാരിക്കുക, നമ്മൾ ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നാൽ മതിയാകും. അതിന് 23 കിലോ കുറവാണെന്നുണ്ടെങ്കിൽ, 23 കിലോയിലും കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഫുഡ് ഐറ്റംസ്, നമ്മൾ കുറച്ച് നാളിരിക്കുന്ന ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ബാഗിൽ പാക്ക് ചെയ്ത സാധനങ്ങൾ. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ വെയിറ്റിനനുസരിച്ച് നമ്മൾ എടുക്കാവുന്നതാണ്. ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.